ഒരുപക്ഷെ ഈ മേഖലയിലെ ഒരു പ്രത്യേക സവിശേഷമായ ഒരു സ്വഭാവത്തെക്കുറിച്ച് ഒരാൾ കമന്റ് ചെയ്തു വരട്ടെ. റിമി എപ്പോൾ കണ്ടു കഴിഞ്ഞാലും എൻ്റെ തോടി വരും. സാറേ, സാറിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട്. സാർ ഇങ്ങനെ മദ്രാസിൽ ഒരാളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞോ? മദ്രാസിലൊരു പാരയുണ്ട്, അതിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ബ്രിട്ടാസി അതൊക്കെ ആരെന്ന് ചോദിച്ചോണം കേട്ടോ. ഞാൻ പറഞ്ഞു, റിമിയുടെ അടുത്ത് പറയണമെങ്കിൽ ഞാൻ റിമിയുടെ അടുത്ത് എന്നെ ഓപ്പണായിട്ട് പറയത്തില്ലേ, റിമിക്ക് എന്നെ വിശ്വസിക്കാം. കാരണം അതുകൊണ്ട് റിമിക്ക് ഞാനത് തെളിയിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോവും. അത് കഴിയുമ്പോൾ തിരിച്ചു വന്നിട്ട് പറയും, സാർ ഇങ്ങനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. അത് കാരണം സാറുമായിട്ട് സംസാരിക്കേണ്ടെന്നൊക്കെ വെച്ചതാണ്, സാറുമായിട്ട് ഇനി മിണ്ടത്തില്ല എന്ന് വെച്ചതാണ്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ മാസം ഇല്ലയോ എൻ്റെ പടത്തിൽ പാടിയത് ആമയും മുയലും, അപ്പോൾ ചോദിക്കാത്തതെന്തായിരുന്നു? അപ്പോൾ ചോദിക്കേണ്ടെന്നങ്ങ് വെച്ചു. അതെന്താ കാര്യം? അപ്പോൾ അത് പറഞ്ഞു. അവിടെ അത് അവസാനിച്ചു. ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ ഈയിടെ കണ്ടപ്പോഴത്തേക്ക് റിമി, അപ്പോൾ ഞാൻ അമേരിക്കയിലുണ്ടായിരുന്നു, റിമി അമേരിക്കയിലുണ്ടായിരുന്നു. അപ്പോൾ റിമി എന്നെ വിളിച്ചുമില്ല. ഞാൻ കുറേ പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചിട്ട് റിമി വിളിക്കുന്നുമില്ല. അപ്പോൾ ഞാൻ വിളിച്ചു എന്തെങ്കിലും ബിസി ആയിരിക്കും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ തിങ്കൾ മുതൽ വെള്ളി എന്ന് പറഞ്ഞ പിന്നെ റിമിയുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇവിടെ വന്നപ്പം ആർപ്പുകളുടെ പ്രൊമോഷൻ സെറ്റ് വന്നപ്പം എൻ്റെ ചോദിച്ചു, സാറ് ഫേസ്ബുക്കിൽ എൻ്റെ ഒരെണ്ണം പോസ്റ്റ് ചെയ്തു, ഷെയർ ചെയ്തു. ഞാൻ പറഞ്ഞു, റിമി എൻ്റെ അതേണ്ട ഐപാഡ് ഇരിക്കുകയാണ്, ചെക്ക് അല്ല അറിയാൻ വേണ്ടി ചോദിച്ചാൽ. ഞാൻ പറഞ്ഞു, റിമി ഇതുപോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട്, ഇത് പറയുന്ന ഇനി വിശ്വസിക്കേ അരുതെന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിൽ സത്യം അടിച്ചിരിക്കുകയാണ്. ബ്രിട്ടാസ് ജി ഇത് ഓരോന്നായിട്ട് ചോദിക്കണം, ചോദിച്ചൊന്ന് മനസ്സിലായിരിക്കും, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, തമാശ ആയിരിക്കും. സാറേ 1 എന്തായിരുന്നു? സാറേ 2 എന്തായിരുന്നു? സാറേ 3 എന്തായിരുന്നു? 1 എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറന്നിട്ടില്ല. കാരണം ആദ്യത്തെ ഇത് സൗണ്ട് പോയിരുന്ന സമയത്ത് എനിക്ക് ശബ്ദം ശരിക്കും ഒരു വർഷത്തോളം എന്ന് പറയാം, ഒരു സർജറി ഒക്കെ ചെയ്ത് ഒരു വർഷത്തോളം ഞാൻ മിണ്ടാണ്ടിരിക്കുന്ന കാര്യം ചിന്തിക്കാൻ പറ്റുമോ? അപ്പൊ എനിക്ക് ശബ്ദത്തിന് വേണ്ടി എനിക്ക് ശബ്ദം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതും ചെയ്യും. നമുക്ക് ജീവിതത്തിൽ അതാണല്ലോ ഏറ്റവും വിലപിടിപ്പുള്ളത്. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് ലാലേട്ടന്റെ ഒരു ഷോയാണ് പിന്നെ ആ ശബ്ദം തിരിച്ചു വന്നതിന് ശേഷം ഫസ്റ്റ് അമേരിക്കയിൽ പോണത്, താരാട്സ് വിജയൻ ചേട്ടൻ. അപ്പൊ ഞാൻ അവിടെ അപ്പൊ ആ സ്പോൺസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ MG ശ്രീകുമാർ വിളിച്ചിട്ട് പറഞ്ഞല്ലോ, നിങ്ങൾ ആ പാട്ടുകാരിനെ വിളിക്കണ്ട, പുള്ളിക്കാരത്തെ ശബ്ദമൊക്കെ പോയി. ഒന്നാമതേ ആ സമയത്ത് ഇങ്ങനെ എല്ലാവരും മിൻമിനി ചേച്ചിക്ക് വന്ന പോലെ വന്നു, അടുത്ത മിൻമിനിക്ക് പിന്തുടർന്ന അടുത്ത ഗായിക വന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന നമ്മളെ പരിചയമുള്ള ഒരാൾ ചോദിക്കും, ബാക്കി ആൾക്കാർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ഈ ഇൻഡസ്ട്രിയിലുള്ള നമുക്ക് പരിചയമുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ട് നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാർ പറയുമ്പോൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കേട്ടപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്. അങ്ങനെ എന്തെങ്കിലും കേട്ടെന്ന് വെച്ചാൽ ഇപ്പം സാറിനെ പറ്റി ആരെങ്കിലും പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെ പറ്റി പറഞ്ഞെന്ന് വെച്ചാൽ മനസ്സിൽ വെച്ചോണ്ട് ഞാൻ ഇരിക്കില്ല, അപ്പം തന്നെ ഞാൻ ചോദിച്ചത് ക്ലിയർ ആക്കി പിന്നെ സന്തോഷമായിട്ട് പിന്നെ അത് മനസ്സിൽ വെച്ച് അവരെ മനസ്സിലൊന്ന് വെച്ചിട്ട് ഉള്ളിൽ വേറെ പ്രവർത്തിക്കാൻ എനിക്ക് പറ്റത്തില്ല. പക്ഷേ ഈ റിമി ഈ പ്രൊഫഷനിൽ സ്വാഭാവികമായിട്ടും കുശുമ്പും കുന്നായ്മയും കുനിഷ്ടവും അതിപ്പോ എല്ലാരും ഇപ്പൊ നമ്മളെ കണ്ട് ചിരിക്കുന്നവരൊക്കെ തന്നെ മനസ്സിൽ നന്നായിട്ട് ചിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, വാശി പിടിക്കാനും പറ്റില്ല. നമ്മൾ നന്നാകണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുന്നില്ല. ഞാൻ ചോദിച്ചിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. മൂന്നാമത്തെ ഇപ്പൊ അറിയാലോ, ഫേസ്ബുക്കിന്റെ ഓരോ കാര്യങ്ങൾ അറിയാലോ, എന്തെങ്കിലും അപ്പൊ അതൊക്കെ എന്തെങ്കിലും ചോദിച്ചതായിരിക്കും അത്.